കെ.എം. ഷാജഹാൻ എന്ന യൂട്യൂബറെ അല്ലെങ്കിൽ അഡ്വക്കേറ്റിനെ, അതല്ല എങ്കിൽ VSന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ രാത്രി അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്ത് ആക്കുളത്തുള്ള വീട്ടിൽ നിന്നാണ് എറണാകുളം ചെങ്ങമനാട് SHOയുടെ നേതൃത്വത്തിലുള്ള ആലുവ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയും ഇക്കഴിഞ്ഞ വെളുപ്പിനെ ആലുവ സൈബർ ക്രൈം അന്വേഷിക്കുന്ന സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ചോദ്യം ചെയ്യൽ തുടർന്നു വരികയാണ്. എന്താണ് അയാൾ ചെയ്ത കുറ്റം എന്ന് ചോദിച്ചാൽ, അയാൾ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് സത്യം വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത് എന്നാണ് എനിക്ക് ബോധ്യമായിട്ടുള്ളത്. ഷാജഹാനെ പറ്റി ഒരു മുഖവുരയ്ക്ക് ആവശ്യമില്ല. ദീർഘകാലം CPM-നോടൊപ്പം നിൽക്കുകയും അതിനുശേഷം VS അച്യുതാനന്ദൻ്റെ ഒപ്പം നിന്നതിൻ്റെ പേരിൽ പലരിൽ നിന്നും ആക്രമണങ്ങൾ നേരിടുന്ന ഒരു മനുഷ്യനാണ്. ഇതിനു മുമ്പ് അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട്. ഒരു വനിത, പേര് ഞാൻ പറയുന്നില്ല, പറവൂർ സ്വദേശിയായ ഒരു വനിത, അവരെയാണ് എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് ആദ്യം ഷാജഹാനെതിരെ പരാതി കൊടുക്കുന്നു. ഷാജഹാൻ ആ വനിതയുടെയോ ആ പുരുഷൻ്റെയോ പേര് പറയാതെ ഒരു വീഡിയോ ചെയ്യുന്നു. അത് കേരളത്തിലെ മിക്കവാറും എല്ലാ യൂട്യൂബേഴ്സും അത് വീഡിയോ ചെയ്യുന്നു. അതിനുശേഷം പത്രക്കാരെ ഏറ്റെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം പോലീസ് ക്വസ്റ്റ്യൻ ചെയ്ത് പുറത്തു വിട്ടിരുന്നു. 1 മണിക്കൂറോളം ക്വസ്റ്റ്യൻ ചെയ്ത് വൈകുന്നേരം വരെ വെച്ചിരുത്തിയിട്ട് പറഞ്ഞു വിട്ടു എന്നാണ് പുറത്തു വരുന്ന വാർത്ത. അതിനുശേഷം അദ്ദേഹം അങ്ങ് തിരുവനന്തപുരത്ത് ചെന്നിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യം ചോദിച്ചുകൊണ്ട് കുറേ അധികം വാർത്തകൾ ചെയ്തു. ആ വാർത്തകൾ പലതും 2 ലക്ഷവും 3 ലക്ഷവും 4 ലക്ഷവും ആൾക്കാർ കണ്ടു. പലരും അത് ഷെയർ ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അദ്ദേഹം മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചതിൻ്റെ പുറത്ത്, ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ, ശബരിമല യുവതീ പ്രവേശനത്തിലേക്ക് മുഖ്യമന്ത്രിയെ നയിച്ചതുപോലും കോൺഗ്രസിൻ്റെ കാസർഗോഡ് MP ആയ MP ഏഷ്യാനെറ്റ് ചാനലിൽ ഇരുന്നു കൊണ്ട് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഒരു സ്ത്രീയെങ്കിലും ശബരിമലയിൽ കയറ്റാൻ കാണിച്ചു തരാമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ വെല്ലുവിളിച്ചു. അത് വെല്ലുവിളിച്ച് 48 മണിക്കൂറിൽ അദ്ദേഹം അവിടെ സ്ത്രീകളെ കയറ്റി എന്നുള്ളതാണ് സത്യം. അവരെ യുവതികൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനുശേഷം അങ്ങനെ ആര് എതിർത്താലും ആ എതിർക്കുന്നവരെയെല്ലാം തച്ചുടയ്ക്കുന്ന ഒരു സ്വഭാവം, എല്ലാത്തിലും വിജയം തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി. ചിലരുടെ സ്വതസിദ്ധമായ ശൈലിയും സ്വഭാവമായിരിക്കാം. നമുക്ക് കോപമുണ്ടെങ്കിൽ അത് ഉറങ്ങിത്തീരുമ്പോഴേക്കും അവസാനിക്കും. ശത്രുത മരിക്കുന്നവരെയാണെന്ന് തോന്നും. തന്നെ എതിർക്കുന്നവരെയെല്ലാം നശിപ്പിക്കുകയും തൻ്റെ കൂടെ നിൽക്കുകയും തന്നെ സ്നേഹിക്കുകയും തനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നവരെ അങ്ങേറ്റം സഹായിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഉള്ളത് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ എന്തായാലും വീണ്ടും വീഡിയോ ചെയ്തു, ഇനി ചെയ്യും, കൂടുതൽ തെളിവുകൾ പുറത്തുവിടും, പലരും നാറും എന്നൊക്കെ ഷാജഹാൻ ഊറ്റം കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു പരാതി കൊടുത്തു. ഞാനൊരു പരാതി കൊടുത്തു. ആ പരാതിയുടെ പുറത്ത് പ്രതി വീണ്ടും കുറ്റകൃത്യം ചെയ്താൽ അയാളൊരു ഹാബിച്ചർ ഒഫൻഡറായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും പരാതി കൊടുത്തു. ആ പരാതിയുടെ പുറത്ത് ഇന്നലെ വീണ്ടും ഒരു എഫ്ഐആർ ഇട്ടു. ആദ്യത്തെ കേസിൽ വിളിച്ചു അന്വേഷിച്ച് എഫ്ഐആർ ഉള്ള കേസിൽ അന്വേഷണം നടത്തി ചോദ്യം ചെയ്ത് പുറത്തു വിട്ടു. അദ്ദേഹം മെമ്മറി കാർഡോ അദ്ദേഹത്തിന് ഫോണൊക്കെ നൽകി. അതിനുശേഷം പുതിയ പരാതി വാങ്ങി ആ പരാതിയുടെ പുറത്ത് എഫ്ഐആർ ഇട്ട് ഷാജഹാനെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഷാജഹാന് ജയിൽവാസം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ല എങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ്, ഹാജരാക്കപ്പെടുന്ന അടുത്ത മജിസ്ട്രേറ്റ് കാര്യമായ രീതിയിൽ മൈൻഡ് അപ്ലൈ ചെയ്ത് പഠിച്ചാൽ ഒരുപക്ഷെ ഷാജഹാന് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയേക്കാം. അതല്ല എങ്കിൽ ഷാജഹാന് ഈ പ്രായാധിക്യമുള്ള സമയത്ത്, രോഗങ്ങൾ കൂടുതലൊക്കെയുള്ള സമയത്ത് അദ്ദേഹത്തെ ജയിലിലേക്ക് അടയ്ക്കാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. ഞാൻ രണ്ടാമത് പറഞ്ഞത് സാധ്യതയ്ക്കാണ് കൂടുതൽ സാധ്യത. കാരണം അത്രമാത്രമൊന്നും ഒരു ഷാജഹാനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇവിടെയുള്ള ആരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി മിക്ക ജുഡീഷ്യൽ ഓഫീസർമാരും തൻ്റെ മൈൻഡ് അപ്ലൈ ചെയ്യാറില്ല കേസിൻ്റെ കാര്യത്തിൽ എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് സബ് ജയിലിലേക്ക് ആൾക്കാർ കൂടുന്നത്. അതുകൊണ്ടാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ട് ഇടുന്ന എല്ലാ കേസിലും ആൾക്കാർ അകത്തു പോകുന്നത്. വളരെ തുച്ഛം കേസിൽ 1000-ലൊന്നോ 1,00,000-ലൊന്നോ ആൾക്കാരുടെ കാര്യത്തിൽ മാത്രമേ ജുഡീഷ്യൽ ഓഫീസർമാർ കൂടുതൽ മൈൻഡ് അപ്ലൈ, അത് വേറൊന്നിൻ്റെയും പുറത്തല്ല, അവരുടെ അന്നേരത്തെ മൂഡും അതിൻ്റെ കേസിൻ്റെ സോഷ്യലായിട്ടുള്ള കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് ബോധ്യമാകുന്നത്. ഷാജഹാനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കൂടുതൽ പറയും, തിരിച്ചു വരും, കൂടുതൽ പറയും. അത് ആത്മവിശ്വാസമാണ്. ഷാജഹാൻ തിരിച്ചു വന്നില്ലെങ്കിലോ എന്ന് നമുക്ക് അതിശയിക്കാം. കാരണം കേരളത്തിലെ കസ്റ്റഡി മരണങ്ങളുടെ എല്ലാ കസ്റ്റഡി ഇഡിയും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ആ ഇടി ഷാജഹാന് കിട്ടിയാൽ ഷാജഹാന് പക്ഷേ തിരിച്ചു വരാൻ സാധ്യതയൊന്നുമില്ല. എന്തായാലും ഷാജഹാന് എൻ്റെ തുടർന്നുള്ള ജീവിതം വളരെ ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം അത്രമാത്രം അദ്ദേഹത്തെ പൊതുമണ്ഡലത്തിൽ പാർട്ടിക്കാരും നേതാക്കന്മാരും പോലീസും ഓരോ നിമിഷവും അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലൊരു വലിയ കഥയുണ്ട്. ആ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരാളിനെ തച്ചുടയ്ക്കുന്നതോടുകൂടി, പിടിച്ചിരുന്നതോടുകൂടി ഇനി ആരും ഇത് പുറത്തു പറയരുത്.
രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ നിന്ന് ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് വന്ന സംഭവം എന്ന് പറയുമ്പം രാഹുൽ മാങ്കൂട്ടം വന്ന് കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ രാഹുൽ മാങ്കൂട്ടം കേസ് കൊടുത്തു എന്നതിലുപരി പരാതിക്കാരില്ലായിരുന്നു എന്നിട്ട് എഫ്ഐആർ എടുത്തു, അതും നമുക്കറിയാം. പക്ഷേ ഇവിടെ പരാതിക്കാരി പറയുന്ന ആൾ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന അവിടുത്തെ കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ, ഞാൻ മനസ്സിലാക്കുന്ന അവർക്കെന്തോ ശാരീരിക അസ്വസ്ഥ്യമുള്ള സ്ത്രീയാണ്, അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആളാണെന്ന് തോന്നുന്നു. അവരെപ്പറ്റി പോലും സൈബർ ആക്രമണം ഉണ്ടായിട്ട് പരാതി കൊടുത്തിട്ട് പരാതി എടുത്തിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിലെ എത്രയോ സ്ത്രീകൾക്ക്, എത്രയോ യുവതികൾക്ക്, വീട്ടമ്മമാർക്ക് ഇത്തരം അവഹേളനങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ ഓർത്ത് നോക്കുക. അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രിവിലേജാണ് ഇത്തരം പരാതിക്കാരികൾക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോഴാണ് നമ്മളത് ഓർക്കേണ്ടത്. അതിൻ്റെ ആ വില, അതായത് നമ്മളെ ആരെങ്കിലും ഒരാൾ പ്രൊമോട്ട് ചെയ്യാനോ സഹായിക്കാനോ ഉണ്ടെങ്കിൽ മാത്രമേ പോലീസ് സ്റ്റേഷനിൽ സൈബർ കേസായാലും അല്ലാത്ത കേസായാലും കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് ഷാജഹാൻ്റെ അറസ്റ്റ് കൊണ്ട് മുൻപോട്ട് വരുന്ന കാര്യം. പൊതുസമൂഹം ഇതൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഞാനത് മാത്രമാണ് ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട്, വീഡിയോയുടെ അടിയിൽ വന്ന് നിങ്ങളൊക്കെ നല്ല കമൻറ്റുകൾ ഇടാറുണ്ട്, ആ നല്ല കമൻറ്റുകൾക്ക് ഞാൻ കഴിവതും മറുപടി അയക്കാറുണ്ട്. പക്ഷേ അതിലൊക്കെ തന്നെ നമുക്കൊരു ചർച്ച വെച്ചാൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുവാൻ, നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ തുറന്നു പറഞ്ഞാൽ പോലീസിൽ നീതി കിട്ടുന്നില്ല എങ്കിൽ, ഇത്തരം പരാതികൾ വരുമ്പോൾ പെട്ടെന്ന് നീതി കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് കൂടി പൊതുസമൂഹത്തോട് ബഹുമാന്യരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ബോധ്യപ്പെടുത്താനാണ്. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് പ്രഷർ ഉണ്ടായിരുന്നു എന്ന് പറയും. പോലീസിനെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള പോലെ അന്ന് വരുന്ന കേസിൻ്റെ പ്രഷർ എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കും. അവർക്ക് ആരോടും വൈരാഗ്യമൊന്നുമില്ല. മുകളിൽ നിന്ന് എന്ത് പറയുന്നതനുസരിച്ച് ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു സേനയായി നമ്മുടെ പോലീസ് മാറി. അതാണ് എൻ്റെ കാരണം മോന്തായം വളഞ്ഞാൽ താഴോട്ടുള്ള എല്ലാം വളയുമെന്ന് പറഞ്ഞ പോലെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്. ഷാജഹാൻ ജീവനോടെ ഇരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.